വെൽക്കം ടു പ്ലസ് വൺ സുവോളജി ഓൺലൈൻ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ പരീക്ഷയ്ക്ക് ബയോളജി സയൻസിന് പ്രതീക്ഷിച്ചത്ര മാർക്ക് ലഭിക്കാത്ത കുട്ടികൾക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് ഓരോരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകളും അവയുടെ ആൻസറുകളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു 10-15 ക്വസ്റ്റ്യനുകളാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം, കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്പർ 1, ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ നോട്ട് കൺസിഡേർഡ് ആസ് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് തിങ്സ്. ആർ യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ചോദ്യം ഇതാണ്: ഗ്രോത്തും റീപ്രൊഡക്ഷനും ലിവിങ് തിങ്സിൻ്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ആർ യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതാണ് ചോദ്യം. ആൻസറിലേക്ക് പോകാം. യെസ്, ഐ എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ശരിയാണ്, ഗ്രോത്തും റീപ്രൊഡക്ഷനും കനോട്ട് ബി കൺസിഡേർഡ് ആസ് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് തിങ്സ്. എന്തുകൊണ്ടാണെന്നുള്ള കാരണം താഴത്തെ പോയിന്റുകളിലുണ്ട്. ഫസ്റ്റ് പോയിന്റ്, ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് വിൽ ഗ്രോ. ലിവിങ് തിങ്സ് ഗ്രോ ഫ്രം ഇൻസൈഡ്, ബട്ട് നോൺ ലിവിങ് തിങ്സ് ഗ്രോ ഫ്രം സർഫസ്. അതുകൊണ്ടാണ് ഗ്രോത്തിനെ നമുക്ക് ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുവാൻ കഴിയാത്തത്. എന്നാൽ റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ നോട്ട് ആൾ ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. എല്ലാ ഓർഗാനിസംസും റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. എക്സാമ്പിൾ, ഇൻഫെർട്ടൈൽ കപ്പിൾസ്, മ്യൂൾ, ഹിന്നി, ടൈഗോൺ, ലൈഗർ, ഇവയൊന്നും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഷോൺ ബൈ ദ ഫോളോവിങ് ഓർഗാനിസംസ്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഓർഗാനിസംസിൽ നടക്കുന്ന മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ മെൻഷൻ ചെയ്യുക. അമീബ, ബൈനറി ഫിഷൻ; പ്ലാസ്മോഡിയം, മൾട്ടിപ്പിൾ ഫിഷൻ; പ്ലനേറിയ, റീജനറേഷൻ; ഹൈഡ്ര, ബഡ്ഡിംഗ്; ഫഞ്ചൈ, സ്പോർട്സ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ അനബോളിസം ആൻഡ് മെറ്റബോളിസം ആൻഡ് അനബോളിസം ആൻഡ് കാറ്റബോളിസം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മെറ്റബോളിസം എന്നാണ്, അത് തിരുത്തി വായിക്കണം. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ അനബോളിസം ആൻഡ് കാറ്റബോളിസം. മെറ്റബോളിസം ഈസ് ദ സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ഓർഗാനിസംസ്. ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നടക്കുന്ന സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ അറിയപ്പെടുന്ന പേരാണ് മെറ്റബോളിസം. മെറ്റബോളിസത്തെ രണ്ടായി ഭാഗിക്കാം, അനബോളിസം എന്നും കാറ്റബോളിസം എന്നും. അവ തമ്മിലുള്ള ഡിഫറൻസ് താഴെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അനബോളിസം കൺസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്, പക്ഷേ കാറ്റബോളിസം ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്. ലാർജ് മോളിക്യൂൾ ഫോംഡ് ഫ്രം സ്മോൾ മോളിക്യൂൾസ്, അതാണ് അനബോളിസം. എന്നാൽ ലാർജ് മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ മോളിക്യൂൾസ് ആയി മാറുന്നത് കാറ്റബോളിസം. എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത് അനബോളിസത്തിൽ, എന്നാൽ എനർജി ലിബറേറ്റ് ചെയ്യുന്നത് കാറ്റബോളിസത്തിൽ. എക്സാമ്പിൾ ഫോർ അനബോളിസം ഈസ് ഫോട്ടോസിന്തസിസ് ആൻഡ് എക്സാമ്പിൾ ഫോർ കാറ്റബോളിസം ഈസ് റെസ്പിറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടാക്സോണമി? നെയിം ദ ഫാദർ ഓഫ് ടാക്സോണമി. ടാക്സോണമി ഈസ് ദ സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഓർഗാനിസംസ്. അതായത് ഓർഗാനിസത്തിനെ വർഗീകരിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിന് വിളിക്കുന്ന പേരാണ് ടാക്സോണമി. അതിൽ 4 ഘടകങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ, വർഗീകരണം; ഐഡൻറ്റിഫിക്കേഷൻ, തിരിച്ചറിയൽ; നോമൻക്ലേച്ചർ, പേരിടൽ; ഡോക്യുമെൻറ്റേഷൻ, ഇവരുടെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കൽ. ഈ ടാക്സോണമിയുടെ ഫാദറായി കൺസിഡർ ചെയ്യുന്നത് കരോളസ് ലിന്നേയസ്. അത് വായിക്കുന്നത് കാൾ ലിന്നേയസ് എന്നായാൽ വളരെ ശരി. അഞ്ചാമത്തെ ചോദ്യം, ബുക്സ് റിട്ടൺ ബൈ കോൾ ലിന്നേയസ്. 2 ബുക്കുകളാണ് കോൾ ലിന്നേയസ് എഴുതിയിട്ടുള്ളത്. സിസ്റ്റമ നേച്ചർ ആൻഡ് സ്പീഷീസ് പ്ലണ്ടാരം. റൈറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് ICBN ആൻഡ് ICZN. ICBN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക് നോമൻക്ലേച്ചർ. ICZN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള 2 ഓർഗനൈസേഷനാണ് ഇവ. പ്ലാന്റ്സിനും അനിമൽസിനും പേരിടുന്ന പ്രക്രിയ, അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കും, അവരതിനെ അംഗീകരിക്കും.
അടുത്തത് റൈറ്റ് ക്രൈറ്റീരിയ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, അതായത് ദ്വിനാമ പദ്ധതിയുടെ ക്രൈറ്റീരിയകൾ എന്തെല്ലാമാണ്? ആൻസർ ഇവിടെ 4 പോയിന്റുകളാണുള്ളത്. ബൈനോമിയൽ നോമൻക്ലേച്ചറിന് വേണ്ടി ക്രൈറ്റീരിയകൾ ഇതൊക്കെയാണ്. 2 വേർഡ്സ് ആർ യൂസ്ഡ്. ഫസ്റ്റ് വേർഡ് ഈസ് ജീനസ് ഓർ ജനറിക് നെയിം ആൻഡ് സെക്കൻഡ് വേർഡ് ഈസ് സ്പീഷീസ് നെയിം ഓർ സ്പെസിഫിക് എപ്പിതെറ്റ്. മനസ്സിലായല്ലോ. രണ്ടാമത്തെ പോയിന്റ്, ജീനസ് നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്പീഷീസ് നെയിം വിത്ത് സ്മോൾ ലെറ്റർ. നെയിംസ് ഷുഡ് ബി ഇൻ ഇറ്റാലിക്സ് ഓൺ പ്രിൻറ്റിംഗ്. പ്രിൻറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഇറ്റാലിക്സിൽ 2 വാക്കുകളും പ്രിൻറ്റ് ചെയ്യണം. ആൻഡ് സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് വൈൽ ഹാൻഡ് റിട്ടൺ, അതായത് കൈകൊണ്ട് എഴുതുമ്പം സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യുകയും വേണം. ഇനി വൺ ഓഫ് ദ ടേം ഷുഡ് ബി ലാറ്റിനൈസ്ഡ്, അതായത് ഉദാഹരണത്തിന് മാഞ്ചിഫറ ഇൻഡിക്ക, അതിൽ ഏതെങ്കിലും ഒരു പദം ലാറ്റിനൈസ് ചെയ്യണം, ലാറ്റിൻ ഭാഷയോട് സാദൃശ്യപ്പെടുത്തി എഴുതിയിരിക്കണം. ഇവിടെ ഇൻഡിക്ക, മാങ്കിഫറ ഇന്ത്യ എന്നുള്ളത് മാങ്കിഫറ ഇൻഡിക്ക എന്ന് ലാറ്റിനൈസ് ചെയ്തിരിക്കുന്നു. കറക്റ്റ് ദ സയൻറ്റിഫിക് നെയിംസ്. ഇവിടെ മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കാണാം. ഇവിടെ കറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് മാഞ്ചിഫറ ഇൻഡിക്ക, അവിടെ ഇറ്റാലിക്സിൽ കൂടിയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ലെറ്റർ എം ക്യാപിറ്റലാണ്, സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഐ സ്മോൾ ലെറ്റർ ആണ്. അതുപോലെ തന്നെ പാന്തീറ ടൈഗ്രീസ്, കണ്ടോ അവിടെ കറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് പാന്തീറ ടൈഗ്രീസ്. ഡിഫൈൻ ദ ഫോളോവിങ് ടേംസ്. ടാക്സോണമിക്കൽ കാറ്റഗറി, ഈച്ച് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, അതിനെയാണ് ടാക്സോണമിക്കൽ കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി ടാക്സോണമിക്കൽ ഹയറാർക്കി, സീക്വൻഷ്യൽ ഓർഡർ ഓഫ് ടാക്സോണമിക്കൽ കാറ്റഗറീസ്. ടാക്സോണമിക്കൽ കാറ്റഗറീസിനെ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി. അത് എങ്ങനെയാണെന്ന് നോക്കാം. സ്പീഷീസ് മുതൽ കിങ്ഡം വരെ. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, അറ്റ് ലാസ്റ്റ് കിങ്ഡം. അത് ഓർഡർ തെറ്റിച്ച് നൽകിയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി സിസ്റ്റമാറ്റിക്സ് ഇൻ ടാക്സോണമി. എന്താണ് സിസ്റ്റമാറ്റിക്സ് ഇൻ ടാക്സോണമി എന്ന് പറഞ്ഞാൽ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ഇവല്യൂഷൻ, അതായത് പരിണാമത്തെ അടിസ്ഥാനമാക്കി ഓർഗാനിസത്തിനെ വർഗീകരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ് ഇൻ ടാക്സോണമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സിസ്റ്റമാറ്റിക് പൊസിഷൻ ഓഫ് ഫോളോവിങ് ഓർഗാനിസംസ്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഓർഗാനിസംസിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ എഴുതണം. സാധാരണ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ആദ്യം മനുഷ്യൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ നമുക്കൊന്ന് നോക്കാം. മനുഷ്യൻ്റെ ബയോളജിക്കൽ നെയിം ഹോമോ സാപ്പിയൻസ്, സ്പീഷീസ് സാപ്പിയൻസ്, ജീനസ് ഹോമോ, ഫാമിലി ഹൊമിനിഡെ, ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മമേലിയ, ഫൈലം കോഡേറ്റ, കിങ്ഡം അനിമേലിയ. ഹൗസ് ഫ്ലൈ, അതിൻ്റെ ബയോളജിക്കൽ നെയിം മസ്ക ഡൊമസ്റ്റിക്ക, സ്പീഷീസ് ഡൊമസ്റ്റിക്ക, ജീനസ് മസ്ക, ഫാമിലി മസ്കിഡെ, ഓർഡർ ഡൈപ്റ്റീറ, ക്ലാസ് ഇൻസെക്റ്റ, ഫൈലം ആർത്രോപോഡ, കിങ്ഡം അനിമേലിയ. ഇനി അടുത്തത് മാങ്കോ, ബയോളജിക്കൽ നെയിം മാഞ്ചിഫറ ഇൻഡിക്ക. മാഞ്ചിഫേഴ്സ് എന്നാണ് ഇവിടെ പ്രിൻറ്റഡ്, അത് തിരുത്തി വായിക്കണം. മാഞ്ചിഫറ ഇൻഡിക്ക. സ്പീഷീസ് ഇൻഡിക്ക, ജീനസ് മാഞ്ചിഫറ, ഫാമിലി അനാകാർഡിയേസിയെ, ഓർഡർ സാപ്പിൻഡേൽസ്, ക്ലാസ് ഡൈക്കോട്ടിലിഡനെ, ഡിവിഷൻ ആൻജിയോസ്പേമെ, കിങ്ഡം പ്ലാന്റേ. അടുത്തത് വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. ബയോളജിക്കൽ നെയിം ട്രിറ്റിക്കം ഈസ്റ്റിവം, സ്പീഷീസ് ഈസ്റ്റിവം, ജീനസ് ട്രിറ്റിക്കം, ഫാമിലി പോയേസിയെ, ഓർഡർ പോയേൽസ്, ക്ലാസ് മോണോകോട്ടിലിഡനെ, ഡിവിഷൻ ആൻജിയോസ്പേമെ, കിങ്ഡം പ്ലാന്റേ. അടുത്തത് ഡിഫൈൻ സ്പീഷീസ്. സ്പീഷീസ് ഈസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് സ്പീഷീസ്. സ്പീഷീസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഗാനിസംസ് എക്സെപ്റ്റ് സൈസ്, കളർ ആൻഡ് സെക്സ്. സൈസും കളറിലും സെക്സിലും മാത്രം വേരിയേഷൻ വരുന്ന, എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഒരു കൂട്ടം ജീവികളെ വിളിക്കുന്ന പേരാണ് സ്പീഷീസ്. അടുത്ത ചോദ്യം, നെയിം ടാക്സോണമിക്കൽ എയ്ഡ്സ്. അതായത് ടാക്സോണമിക്കൽ എയ്ഡ്സിൻ്റെ പേര് എഴുതുക. ഹെർബേറിയം, ബൊട്ടാണിക് ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്, കീ. ഇനി ഡിഫൈൻ ഹെർബേറിയം. ഇറ്റ് ഈസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് പ്ലാന്റ്സ്. ഹെർബേറിയം ഷീറ്റ് ഷുഡ് ബി ലേബിൾഡ് വിത്ത് ബൊട്ടാണിക് നെയിം, ലോക്കൽ നെയിം, പ്ലേസ് ഓഫ് കളക്ഷൻ, ഡേറ്റ് ഓഫ് കളക്ഷൻ ആൻഡ് കളക്ടേഴ്സ് നെയിം. അതായത്
ഡ്രൈഡും പ്രസ്ഡും പ്രിസർവ്ഡും ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒരു സ്റ്റോർ ഹൗസാണ് ഹെർബേറിയം. ആ ഹെർബേറിയം ഷീറ്റിൽ എന്തൊക്കെ എഴുതിയിരിക്കണം? ബൊട്ടാണിക് നെയിം എഴുതിയിരിക്കണം, ലോക്കൽ നെയിം എഴുതിയിരിക്കണം, പ്ലേസ് ഓഫ് കളക്ഷൻ, ഡേറ്റ് ഓഫ് കളക്ഷൻ ആൻഡ് കളക്ടേഴ്സ് നെയിം, ഇവയെല്ലാം എഴുതിയിരിക്കണം. ഇനി നെയിം ഇമ്പോർട്ടൻ്റ് ബൊട്ടാണിക് ഗാർഡൻസ് ആൻഡ് ലൊക്കേഷൻസ്. അതിൽ ആദ്യത്തത് ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലോട്, ട്രിവാൻഡ്രം. ഇന്ത്യൻ ബൊട്ടാണിക് ഗാർഡൻ അറ്റ് കൊൽക്കത്ത. ഇന്ത്യൻ ബൊട്ടാണിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് UP, ഉത്തർപ്രദേശ്. ക്യൂ ബൊട്ടാണിക് ഗാർഡൻ ലണ്ടൻ. മെയിൻ ബൊട്ടാണിക് ഗാർഡൻ അറ്റ് മോസ്കോ. ഇതെല്ലാമാണ് നമ്മൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ബൊട്ടാണിക് ഗാർഡൻസ്. ഇനി 14ാമത്തെ ചോദ്യം, സപ്പോസ് യു ഗോട്ട് ആൻ ഇൻസെക്ട് സ്പെസിമൻ, വേർ യു പ്ലേസ് ഇറ്റ്. ഒരു ഇൻസെക്റ്റിൻ്റെ സ്പെസിമൻ കിട്ടിയാൽ നമ്മൾ വെക്കുന്നത് മ്യൂസിയത്തിലാണെങ്കിലും മ്യൂസിയത്തിൽ വെക്കുമ്പോഴത്തേക്ക് അത് ഇൻസെക്റ്റ് ബോക്സ് എന്ന് പറയുന്ന ബോക്സിനകത്ത് ആക്കി പ്രിസർവ് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ ഇൻസെക്ട്സ് വിൽ ബി പ്ലേസ്ഡ് ഇൻ ഇൻസെക്റ്റ് ബോക്സ് ആൻഡ് കീപ്പ് ഇൻ മ്യൂസിയം. ബാക്കിയുള്ളതൊക്കെ അറിയാമല്ലോ. ഡ്രൈഡ് പ്ലാന്റ് കിട്ടിയ ഹെർബേറിയത്തിൽ വെക്കണം, ലിവിങ് പ്ലാന്റിനെ കിട്ടിയ ബൊട്ടാണിക് ഗാർഡനിൽ സംരക്ഷിക്കും, അതുപോലെ തന്നെ ലിവിങ് അനിമലിനെ സംരക്ഷിക്കുന്നത് സൂളജിക്കൽ പാർക്കിൽ എന്ന് പറഞ്ഞാൽ സൂളജിക്കൽ പാർക്കിൽ, ഡെഡ് അനിമൽസിനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നത് മ്യൂസിയത്തിൽ. ഇനി വാട്ട് ഈസ് കീ അല്ലെങ്കിൽ ഡിഫൈൻ കീ. കീ ഈസ് എ ഡിവൈസ് കൺസിസ്റ്റ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗാനിസംസ്. അതായത് ഓർഗാനിസത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സ് അടങ്ങിയ ഒരു ഡിവൈസ്. അതൊരു ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആകാം, അതുപോലെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ്, ഒരു ബുക്കും ആകാം കീ. വി ക്യാൻ ഐഡൻറ്റിഫൈ ഓർഗാനിസംസ് കമ്പയറിങ് ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗാനിസംസ് വിത്ത് ദ കീ. അതായത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് ഈ കീയിൽ എഴുതിയിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കി കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഓർഗാനിസത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മനസ്സിലാക്കാം. ഇനി കീ ഈസ് ജനറലി അനലൈറ്റിക്കൽ ഇൻ നേച്ചർ, ജസ്റ്റിഫൈ. കീ കൺസിസ്റ്റ് ഓഫ്, അതായത് ചോദ്യം നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. കീ എന്ന് പറഞ്ഞാൽ അനലൈറ്റിക്കൽ സ്വഭാവമുള്ള ഒരു ഡിവൈസാണ്. എന്താണ് അനലൈറ്റിക്കൽ എന്ന് പറഞ്ഞാൽ? അനലൈറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്ത് അവസാനമായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അതാണ് അങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരു ഡിവൈസാണ് കീ. ജസ്റ്റിഫൈ, സാധൂകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. കീ കൺസിസ്റ്റ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗാനിസംസ്. നേരത്തെ പറഞ്ഞതാണ്, കീയിൽ ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗാനിസംസ് ആണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇറ്റ് ഹാസ് മെനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതായത് കീ എന്ന് പറയുന്ന ഒരു പുസ്തകമായാലും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമായാലും അതിൽ എ സീരീസ് ഓഫ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഓരോ ക്വസ്റ്റ്യനും ഈച്ച് ക്വസ്റ്റ്യൻ ഗീവ് ടു ദ ഐഡൻറ്റിറ്റി ഓഫ് ഓർഗാനിസംസ്. അതായത് ഓരോ ക്വസ്റ്റ്യനും ജീവികളുടെ ഐഡൻറ്റിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ കമ്പാരിസൺ ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗാനിസംസ് വിത്ത് ദ ക്യാരക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ കീ. അതായത് ഓർഗാനിസത്തിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കിയ ശേഷം കീയിലുള്ള ഓരോരോ എസ് ഓർ നോ ക്വസ്റ്റ്യനുമായിട്ട് ഒത്തുനോക്കിയിട്ട് അതിൻ്റെ അവസാനമായിരിക്കും നമുക്ക് ആ ഓർഗാനിസത്തെ പറ്റിയുള്ള ഐഡൻറ്റിറ്റി കിട്ടുന്നത്. അതായത് ഇങ്ങനെ ഒത്തുനോക്കി ഓരോ ക്വസ്റ്റ്യനും ക്ലിയർ ചെയ്ത് പോയിട്ട് അറ്റ് ലാസ്റ്റ് മാത്രമേ നമുക്ക് ഓർഗാനിസത്തിൻ്റെ എക്സാക്റ്റ് ഐഡൻറ്റിറ്റി കിട്ടൂ. ഇപ്പോൾ നമ്മൾ പരീക്ഷണശാലയിൽ പരീക്ഷണങ്ങൾ നടത്തി അനലൈസ് ചെയ്ത് അവസാനമല്ലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. അതുപോലെയാണ് ഓർഗാനിസത്തിനെ കീ ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് കൗപ്ലറ്റ് ആൻഡ് ലീഡ്. കീയിൽ, അതായത് കീ എന്ന് പറയുന്ന ടാക്സോണമിക്കൽ എയ്ഡ്, അതായത് ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് കൗപ്ലറ്റ് എന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ കീ. ഒരു കീയിൽ ഉപയോഗിച്ചിരിക്കുന്ന എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഒരൊറ്റ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് കൗപ്ലറ്റ്. ഉദാഹരണം പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ്, നോട്ട് ബ്രസ്റ്റ് ഫീഡ്. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കും, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കില്ല. അതാണ് രണ്ട് കോൺട്രാസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ ആ രണ്ട് എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, അതിനെയാണ് കൗപ്ലറ്റ് എന്ന് പറയുന്നത്. ഇനി ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും വിളിക്കുന്ന പേരാണ് ലീഡ്. ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ കീ ഈസ് കാൾഡ് ലീഡ്. ഡിഫൈൻ ദ ഫോളോവിങ്. ഇനി താഴെ കൊടുത്തിട്ടുള്ളവ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്ലോറ, ബുക്ക് കൺസിസ്റ്റ് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ആൻ ഏരിയ. അതായത് ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ ഹാബിറ്റാറ്റും ഡിസ്ട്രിബ്യൂഷനും പരിഗണിച്ചിട്ടുള്ള ബുക്കാണ് എന്ത് പറയുന്നത്? ഫ്ലോറ. മാനുവൽ എന്ന് പറഞ്ഞാൽ ബുക്ക് കൺസിസ്റ്റ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സ് ഓഫ് പ്ലാന്റ്സ് ഇൻ ആൻ ഏരിയ.
ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സ് അടങ്ങിയ പുസ്തകമാണ് മാനുവൽ. ഇനി ഒരു സിംഗിൾ ടാക്സോണിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പീഷീസിൻ്റെയോ ഒരു ജീനസിൻ്റെയോ മാത്രം ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അടങ്ങിയ പുസ്തകമാണ് മോണോഗ്രാഫ്. ഇതിൽ ഇപ്പോൾ ഒരു ചെടി അല്ലെങ്കിൽ ഒരു പ്ലാന്റ് തിരുവനന്തപുരം ജില്ലയിൽ എവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഫ്ലോറ ഓഫ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ തിരുവനന്തപുരത്തുള്ള ഒരു ചെടിയെ നമുക്ക് കിട്ടി, അത് ഏത് ചെടിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാനുവൽ ഓഫ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ബുക്ക് പരിശോധിക്കണം, അല്ലെങ്കിൽ മോണോഗ്രാഫ് എടുത്ത് പരിശോധിക്കണം. അപ്പോൾ ഇത്രയും ആണ് പോസിബിൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഇനി ഇതിനപ്പുറം നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗങ്ങൾ ഏതെങ്കിലും ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്നെ കൃത്യമായും അറിയിക്കുക, ഞാൻ അതിൻ്റെ വിവരണം നൽകുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ലിവിങ് വേൾഡ് എന്ന് പറയുന്നൊരു ചെറിയ ചാപ്റ്ററാണ്, അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. താങ്ക് യു.